അവർക്കാണ് ആ കർമ്മദോഷം വരാതെ സൂക്ഷിക്കാനും അവരുടെ മക്കളിലെ കൂടിയാണ് ഈ ഗുരു മാർഗം പൂർത്തിയാകേണ്ടതെന്നും നിങ്ങളെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരിക്കലും തെറ്റുവരില്ല, നിശ്ചയം. അങ്ങനെയുള്ള ഒരു കർമ്മം പൂർത്തിയാക്കാനാണ് 25 വർഷം വേണ്ടി വന്നു. അങ്ങനെ ഈ സമാധി മനസ്സിലാക്കാനും 25 വർഷം വേണ്ടി വന്നു. ഇത്രയും സൂക്ഷിച്ചറിയാൻ നമുക്ക് ദൈവം ഇടതന്ന കാലങ്ങൾ ചീത്തയാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് നമ്മുടെ അച്ഛനമ്മമാരോ നമ്മുടെ കൂട്ടരോ നമ്മളോട് പറയുന്ന ഈ കരിയല്ലേ കാലം എന്ന് പറയത്തക്ക ഗതികേട് നമ്മുടെ അച്ഛനമ്മമാർക്കും പൂർവികന്മാർക്കും വന്നുപോയെങ്കിൽ നമ്മൾ എവിടെ എത്തും, എങ്ങനെ എത്തും? ഇതല്ല, കലി നിശ്ചയമായും ശൂദ്രങ്ങൾ തന്നെയാണ്. ആ ശൂദ്രൻ ഏതാണ്? കംസന്റെ ജനനമാണ്. ആ കംസൻ വരെ വന്നത് ശരിയാണ്. ഈ യുഗത്തിന്റെ ധർമ്മത്തെ പ്രത്യക്ഷപ്പെടുത്തി നിന്നെടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതുകൊണ്ട് കംസനെ തെറ്റായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ കംസനെ ദുഷ്ടനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. കണ്ണാൽ കണ്ടതും ചെയ്യാൻ പറഞ്ഞതുമായ അന്തര്യാമികളായിരിക്കുന്ന ഈ ആറാമത്തെ ആകാശം കടത്തിവിടാത്ത ഏറ്റവും വലിയ നക്ഷത്രപന്തി എന്ന് അല്ലെങ്കിൽ ഗണങ്ങളുടെ പതി എന്ന് പറയുന്ന ഈ 27 നക്ഷത്രത്തിൽ എത്തി നിന്നിട്ട് അപ്പുറത്തോട്ട് കടത്താൻ സമ്മതിക്കാത്ത ഒരു വീതികള് നമ്മൾ എത്തിച്ചേർന്നു പോയതുകൊണ്ട് നമുക്ക് മുന്നിൽ പോകാൻ കഴിഞ്ഞില്ല. അത് കംസന്റെ അല്ലെങ്കിൽ അതിനിന്നോളം വന്ന രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അതിനു മുൻപ് വന്ന ഏതെങ്കിലും ചെറിയ ചെറിയ കാലങ്ങൾ അളന്നു കുറിച്ച് പറഞ്ഞവരുടെ ഒന്നുമല്ല. ഈ 2 ലക്ഷം വർഷത്തിനപ്പുറം പറയാത്ത ആളുകളാണ് അധികവും.